Hi friends, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളം ടൈപ്പിംഗ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ യൂസേഴ്സിന് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ഇണ്ട എന്നുള്ള അക്ഷരം ടൈപ്പ് ചെയ്യാൻ സാധിക്കാത്തത്. ഇണ്ട എന്ന അക്ഷരം നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ ഏത് എഡിറ്ററിലാണോ, ഫോട്ടോഷോപ്പ് ആണോ മറ്റേത് സോഫ്റ്റ്വെയറിലാണെങ്കിലും അവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇണ്ട എന്നുള്ള അക്ഷരം അവിടെ വരുന്നില്ല, മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇണ്ട ഉപയോഗിക്കാൻ പലരും ഉപയോഗിക്കുന്നത് ഇൺ ഇട്ടതിന് ശേഷം ഡ ആഡ് ചെയ്യലാണ്. ഞാനും ആദ്യം അതാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് എനിക്ക് ഈ ട്രിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഞാൻ ആ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഇണ്ട എന്നുള്ള അക്ഷരം വളരെ ഈസി ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്യാറുണ്ട്. ഇണ്ട ടൈപ്പ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ട്രിക്കിൽ യാതൊരുവിധ എക്സ്ട്രാ സോഫ്റ്റ്വെയറോ ഫോട്ടോഷോപ്പിലെ ഫീച്ചറോ നമുക്ക് ആവശ്യമില്ല. വിൻഡോസിലുള്ള ഡിഫോൾട്ട് ഫീച്ചർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഏത് എഡിറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ വരമൊഴി എന്ന എഡിറ്ററാണ് ഞാൻ സാധാരണ മലയാളം ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കാറ്. ഞാനിന്ന് പേസ്റ്റ് ചെയ്യുന്ന സ്ക്രീന് ഫോട്ടോഷോപ്പിൻ്റെ എഡിറ്റിംഗ് സ്ക്രീനിലേക്കാണ് ഞാൻ ഇണ്ട പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇണ്ട ലഭിക്കാൻ നമുക്ക് ആദ്യം സ്റ്റാർട്ടിൽ പോയിട്ട് ഫോൺസ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കൺട്രോൾ പാനലിലുള്ള ഫോൺസ് അവൈലബിൾ ആകും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലെ എല്ലാ ഫോൺസും അവിടെ തെളിയും. അതിൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മലയാളം FML ഫോൺസ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ FML പത്മനാഭ എന്ന ഫോണ്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ മെനുവിൽ ഫൈൻഡ് എ ക്യാരക്ടർ എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ മെനു ലഭിക്കും. ആ മെനുവിൽ നമുക്ക് എല്ലാ മലയാളം ക്യാരക്ടേഴ്സും കാണാൻ കഴിയും. അതിൽ 2 ഇണ്ട നമുക്ക് കാണാം. അതിൽ ഒരു ഇണ്ട മാത്രമാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുക. ഈ ഇണ്ട ഞാൻ സെലക്ട് ക്ലിക്ക് ചെയ്ത് കോപ്പി ക്ലിക്ക് ചെയ്തു. രണ്ടാമത്തെ ഇണ്ട നമുക്ക് കോപ്പി ചെയ്താൽ സ്ക്രീനിൽ അത് തെളിയില്ല. അതുകൊണ്ട് ഈ ഇണ്ടയാണ് നമുക്ക് സ്ക്രീനിൽ തെളിയുന്നത്. ഇവിടെ 2 ഇണ്ട കാണാം. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു ഇണ്ട മാത്രമാണ് നമുക്ക് സ്ക്രീനിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റുക. ഞാനിവിടെ ഒരു ഇണ്ട സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു. നമുക്ക് നമ്മുടെ എഡിറ്റിംഗ് സ്ക്രീനിലേക്ക് പോകാം. അവിടെ പേസ്റ്റ് ചെയ്താൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇണ്ട ലഭിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ വിൻഡോസിൻ്റെ ഫീച്ചർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഫീച്ചർ ലഭിക്കാൻ കൺട്രോൾ പാനലിൽ നിന്നും നമുക്ക് ഫോൺസിലേക്ക് പോയിട്ടും ഈ ഫീച്ചറിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇണ്ട എന്ന അക്ഷരത്തിൻ്റെ ഇഷ്യൂ ക്ലിയർ ചെയ്യാനുള്ള ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഈ ട്രിക്ക് ഉപയോഗിച്ച് തന്നെ മലയാളം ടൈപ്പിംഗ് നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബാണ് എൻ്റെ സപ്പോർട്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.